ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ന്യൂസ് ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് ഒന്നെങ്കിൽ കൊലപാതകങ്ങളുടെയും തട്ടിക്കൊണ്ടുപോകലിന്റെയും കൊല്ലലിന്റെയും അങ്ങനെയുള്ള വാർത്തകൾ. രണ്ടാമത് കേൾക്കുന്ന ഒരു വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്കാംസ്, അതായത് പൈസ തട്ടിച്ചു, അവർ തട്ടിയെടുത്തു, ഇവർ തട്ടിയെടുത്തു. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എത്ര കേസുകളാണ് ഇതേപോലെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് വേറെ ഇനി വരാൻ ചാൻസ് ഉള്ള വേറൊരു സ്കാമിനെ പറ്റിയിട്ട് പറയാനാണ്. അത് സ്കാം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സ്കാം അല്ല. പക്ഷേ പല ഏജൻസികളും അതിന് ഫേക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു സംഭവം ചെയ്യിപ്പിച്ച് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്നുണ്ട്. അപ്പം വേറൊന്നുമല്ല, ഇപ്പൊ പുതിയ ട്രെൻഡാണ് UK പോയിട്ട് പോസ്റ്റ് എഴുതി അവിടെ ജോലി കിട്ടും എന്നുള്ള ആ ഒരു സംഭവം. അപ്പൊ നിങ്ങൾ ചോദിക്കും, UK വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ഓസ്കി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NMC പിൻ കിട്ടുമല്ലോ, പിന്നെ എന്താ അങ്ങനെ പറഞ്ഞത്? NMC പിൻ കിട്ടും, അതിന് യാതൊരു സംശയമില്ല, നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതിലേക്ക് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് എന്റെ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഇപ്പൊ ഞാൻ കുറേ പരസ്യങ്ങൾ, ഞാനിപ്പോൾ കുറച്ചധികം ഇതുപോലെയുള്ള വീഡിയോസിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ അത്രയൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വരുന്ന സജഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈയിടെയായിട്ട് കുറെ ഇങ്ങനെ കണ്ടു. അതായത് നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് UK ചെന്നിട്ട് ഓസ്കി എക്സാം അവിടെ പഠിച്ച് എഴുതി NMC പിൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിന്റെ ഒരു പരസ്യം പോലെ ഒരു വീഡിയോ. അപ്പൊ അവരുടെ തന്നെ ഒരുപാട് ഇതുപോലുള്ള അഡ്വർടൈസ്മെന്റ്സ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏതാണെന്നൊന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ എന്താണ് കാരണം എന്നുള്ളത്. ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓസ്കി അവിടെ പോയി എഴുതി പിന്നെ കിട്ടില്ലേ എന്ന്? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു ഡിസിഷനിലോട്ട് നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ടോപ്പിക്കായിട്ട് എടുത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, NMC പിൻ കിട്ടുന്ന ആ ഒരു പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിസിറ്റിംഗ് വിസയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഓസ്കി എഴുതുക എന്നുള്ള ഒരു സംഭവം, ഈ ഒരു പ്രോസസ്സ് നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് UK ഫ്രീ റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു അതിപ്രസരം കാരണം ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു സംഭവം കുറച്ച് പുറകിലേക്ക് കിടക്കുമായിരുന്നു. അതായത് ആരും തന്നെ നമ്മൾ പൈസ മുടക്കി അവിടെ പോയി എഴുതാനായിട്ട് മേക്കിടില്ലായിരുന്നു. കാരണം NHS തന്നെ ഫണ്ട് ചെയ്ത് നമ്മളെ എക്സാം എഴുതിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സംഭവം വീണ്ടും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെയാണ് പലവരും ഇങ്ങനെ ചെയ്തോ, നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ ഓസ്കി ട്രെയിനിങ് ചെയ്യാം എന്നൊക്കെ രീതിയിലുള്ള പ്രൊമോഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ NMC പിൻ എടുക്കാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇതുപോലുള്ള സ്കാംസ് അല്ലെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ വീണ്ടും ഒരു വാർത്ത ആകാതിരിക്കട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോട്ടൽ പ്രോസസ്സിന് എന്തായാലും ഒരു 6 മുതൽ 8 മാക്സിമം, ചിലപ്പോൾ അല്ലെങ്കിൽ അതിൽ കൂടുതലും ലക്ഷങ്ങൾ ചെലവായേക്കാം എന്നുള്ള വസ്തുതയാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി മിക്കവരും ജോലി കളഞ്ഞിട്ട് അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ടായിരിക്കും ഈ OET അല്ലെങ്കിൽ IELTS പഠിച്ചിട്ടുണ്ടാവുക. കാരണം അത് ആ ഒരു എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ഓൾറെഡി ജോലി റിസൈൻ ചെയ്തിട്ടായിരിക്കും ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ബർഡൻ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ജോലിയില്ല, നമ്മൾ ഇത്രയും എക്സാം എഴുതി, അതിന്റെ കോച്ചിങ് എടുത്തു, അതിന്റെ എക്സാം ഫീസ് അടച്ച് ഒരു ഫിനാൻഷ്യൽ ബർഡനിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൈസ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കുറെ നാളൊക്കെ അബ്രോഡൊക്കെ വർക്ക് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് സേവിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ധൈര്യമായിട്ട് ചെയ്യാം. കാരണം നിങ്ങൾ ഇത്രയും ഒരു പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇരിക്കാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നുള്ളത് ലാസ്റ്റിൽ പറയാം കേട്ടോ. അതല്ല, നിങ്ങൾ ഓൾറെഡി ക്രൈസിസിലാണ്, നിങ്ങൾ അവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് ഇത്രയും ചെയ്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ആലോചിക്കുക, UK പോയിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ CBT വരെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷമാണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഓസ്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കിട്ടുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് ഓസ്കി. അപ്പോൾ അതുവരെയുള്ള നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇതിൽ വിസിറ്റിംഗ് വിസ എടുക്കുന്നത് തൊട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു പൈസയാണ് എന്നും കൂടെ വിചാരിക്കണം. അപ്പോൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട വേറൊരു കാര്യമാണ്, ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഏജൻസി ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്, അങ്ങനെയുള്ള ഏജൻസിനെ സമീപിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ റിവ്യൂസ് നോക്കുക, അതുവഴി ആരെങ്കിലും പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തു, ഈ രീതിയിൽ പറഞ്ഞു, വേറൊരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇതേപോലെയാണോ പറയുന്നത് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ചിലർ നമുക്ക് ഫുൾ പോസിറ്റീവ്സ് മാത്രമായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓക്കെ, മറ്റവർ എൻ്റെ അടുത്ത് നെഗറ്റീവ് ആണല്ലോ പറഞ്ഞത്. അങ്ങനെ നമുക്ക് കോൺട്രവേഴ്സി അവിടെ തോന്നിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത് ഒരു ഏജൻസിനും കൂടെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. ഏജൻസിനെയാണ് കൺസൾട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അതല്ലാതെ അവർ ഷുഗർ കോട്ടഡ് വേർഡ്സ് ഒക്കെ പറഞ്ഞു, അതുകൊണ്ട് അവരായിരിക്കും ജെന്യുവൻ, മറ്റൊരു ഫുൾ നെഗറ്റീവാണ് പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, അപ്പൊ പിന്നെ നമുക്ക് ഇവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് പലവരെയും ഈ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. കാരണം നമുക്ക് ആർക്കും സത്യം പറയുന്നവരെ ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയുന്നവരോട് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു മാനുഷികമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഒന്നല്ല, രണ്ടല്ല, 3 ഏജൻസിനെ കൺസൾട്ട് ചെയ്താലും നിങ്ങളുടെ ഈ ഒരു ആവശ്യം ജെന്യുവൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ഏജന്റിനെ സമീപിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് റിജക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, UK മാത്രമല്ല എല്ലാ യൂറോപ്യൻ കൺട്രീസിലും മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് അവിടുത്തെ ഗവൺമെന്റ്.
അപ്പോൾ നമ്മുടെ വിസിറ്റിംഗ് വിസ എന്തെങ്കിലും ഒരു ചെറിയ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അവർ റിജക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് കാണാനായിട്ട് ഇടയായി. അതായത് അവരുടെ ഓസ്കിയുടെ ആപ്ലിക്കേഷൻ ഐ മീൻ വിസിറ്റ് വിസ റിജക്ട് ചെയ്തു. അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത് അവർ വേറെ ഏതോ രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് അവർക്ക് അധികം ട്രാവൽ ഹിസ്റ്ററി ഇല്ല. അതായത് അവരുടെ ജന്മരാജ്യമായിട്ടുള്ള ഇന്ത്യയിലോട്ട് അധികം ട്രാവൽ ഹിസ്റ്ററി അവർക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം UK ഗവൺമെന്റ് റിജക്ട് ചെയ്തതിന്റെ കാരണം അതാണ്. UK വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ഇന്ത്യയിലോട്ട് പോകത്തില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്യുന്നത് 6 മാസത്തേക്കാണ്. ഈ 6 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ തിരിച്ച് നമ്മുടെ രാജ്യത്തോട്ട് തിരിച്ചു വരും എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെന്റ്സും കൂടെ നമ്മൾ ആ കൂടെ സബ്മിറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ജോലിയുണ്ട്, നമ്മുടെ സാലറി ഇതുപോലെ ക്രെഡിറ്റ് ആവുന്നുണ്ട്, നമുക്ക് ഇവിടെ തിരിച്ചു വരേണ്ട ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇവിടെയാണ് എന്നൊക്കെയുള്ള. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ളവർക്കൊക്കെ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാം, ഒരു നെഗറ്റീവായിട്ട് വരാം. കാരണം നിങ്ങൾക്ക് ഇവിടെ ഫാമിലി ഇല്ല എന്നുള്ള രീതിയിൽ, അതായത് അവർ പാരന്റ്സിനെ അധികം കണക്ക് കൂട്ടുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ യൂറോപ്യൻ കൾച്ചർ എന്താണെന്നുള്ളത്. അപ്പം നമ്മുടെ പാരന്റ്സ് മാത്രം ഇവിടെ ഉണ്ട്, അപ്പം നമ്മുടെ സ്പൗസ് ഉണ്ട്, നമ്മുടെ കിഡ്സ് ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ട് എന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വിസ കിട്ടും. അപ്പോൾ വിസ കിട്ടി എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് കടമ്പ കഴിഞ്ഞ് നമുക്ക് വിസ കിട്ടി. UK വിസിറ്റ് വിസയിൽ പോയിട്ട് ഓസ്കി എഴുതാം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർ യു എലിജിബിൾ ഫോർ ദിസ്, അതായത് നിങ്ങളുടെ എലിജിബിലിറ്റി, നിങ്ങൾ CBT വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ സ്റ്റേജ് ആണ് വിസ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ വിസ അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് വിസ കിട്ടി അല്ലെങ്കിൽ റിജക്ട് ആയെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു റിജക്ട് ആയതിനുള്ള റീസൺസ് ഒക്കെ അവർ കാണിക്കും. അത് വെച്ചിട്ട് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് ഒന്നും കൂടെ അപ്ലൈ ചെയ്യാൻ പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി അവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ. വിസ കിട്ടി എന്നതുകൊണ്ട് മാത്രം എല്ലാം ആവുന്നില്ല. പിന്നെ നമുക്ക് UK ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, ബാക്കി നമ്മുടെ ഫുഡ് അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചെലവിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഓസ്കിയുടെ ട്രെയിനിങ്. അതായത് നമുക്കിപ്പം നമ്മുടെ നാട്ടിലൊക്കെ പഠിച്ചവർക്ക് ഇവരുടെ ഓസ്കി എന്താണെന്നുള്ള യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പം ഞാനൊക്കെ അവിടെ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഓസ്കിയുടെ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ എഴുതിയതിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്റ്റേഷൻസും സ്കിൽ സ്റ്റേഷൻസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു 10 സ്റ്റേഷൻസ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് എവിടെ എടുക്കണം എന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന്റെയും ഇഷ്ടംപോലെ പരസ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിൽ അതായത് UK നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന പോലെയല്ല ചെയ്യുന്നത്. അപ്പം അവിടെ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് എക്സാം ടൈമിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ നമ്മൾ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ഈ ഓസ്കി എന്താണെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോഴൊക്കെ നോക്കുമ്പോൾ ഞാൻ വീഡിയോസിൽ കണ്ട പോലെ അല്ല നമുക്ക് അവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു രീതിയിലല്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് UK ട്രെയിനിങ് സെന്ററിൽ തന്നെ പോയിട്ട് ആ ഒരു ട്രെയിനിങ്ങും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മസ്റ്റാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പാസ്സാവാനുള്ള ചാൻസ് കൂടുതൽ നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമും കൂടെ കണക്ക് കൂട്ടിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അവിടെ ഇപ്പോൾ ഒരുപാട് ഇതുപോലുള്ള ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ട്. ഓസ്കി ട്രെയിനിങ് സെന്റേഴ്സ് UK അവൈലബിൾ ആണ്. നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഓസ്കി ട്രെയിനിങ് സെന്റേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓസ്കിക്ക് നമ്മൾ ഡേറ്റ് എടുത്ത് ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് വിസ അപ്രൂവ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓസ്കിയുടെ ഡേറ്റ് എടുക്കുന്ന ആ ഒരു സമയത്ത് അവിടുത്തെ ഏതെങ്കിലും ഒരു സെന്ററിലായിരിക്കും നിങ്ങൾ ഡേറ്റ് എടുത്തിട്ടുണ്ടാവുക. അതിന്റെ മുമ്പ് നമ്മൾ 100% ഈ ഒരു എക്സാമിന് റെഡി ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിന് കോസ്റ്റ് വരുന്നത് £794 ആണ്. അതായത് ഏകദേശം ഒരു 80,000 റുപ്പീസ് ആണ് ഈ ഒരു എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ വരുന്നത്. അപ്പോൾ 10 സ്റ്റേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് സിറ്റിംഗ് തന്നെ കിട്ടി എന്നുണ്ടെങ്കിൽ അടിപൊളി, സൂപ്പർ, അത് അടിപൊളിയായിരിക്കും. കാരണം അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാനില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഫെയിൽ ആയി എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സിറ്റിംഗ് ഇരിക്കാം. അപ്പം സെക്കൻഡ് സിറ്റിങ്ങിന് വരുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ £397 ആണ്. അതും നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. ഇപ്പോൾ NHS റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത്, ഓവർസീസ് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മളുടെ ഫുൾ ഫണ്ടിങ് NHS ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് ടൈം നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ മാത്രമായിരുന്നു നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി 2 അറ്റംപ്റ്റ് ഹോസ്പിറ്റലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ട്രസ്റ്റ് അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓരോ ട്രസ്റ്റിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഏകദേശം നമ്മുടെ എന്തായാലും ആ ഒരു കോസ്റ്റ് അവർ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പൈസ എല്ലാം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്രയും കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ഇനി തേർഡ് അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഈ ഒരു പൈസ തന്നെ ആവുന്നുണ്ട്. അതേപോലെ എത്ര സ്റ്റേഷൻസ് നമ്മൾ ഫെയിൽ ആയി എന്നനുസരിച്ചിട്ടും ഈ ഒരു ഫീസിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു 2 സ്റ്റേഷനെ പാസ്സായുള്ളൂ, ബാക്കി മുഴുവൻ നമുക്ക് റീസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമിന്റെ ഫുൾ എമൗണ്ട് തന്നെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റഡി സെന്റേഴ്സ് ആയാലും ഏജൻസികളായാലും ഒന്നും പറഞ്ഞു തരുന്നുണ്ടാവില്ല. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ ഫെയിലായി, ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി, രണ്ടാമത്തേത് ഫെയിലായി, തേർഡ് അറ്റംപ്റ്റ് ഫെയിലായി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അവർക്ക് ഓസ്ട്രേലിയക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം തേർഡ് അറ്റംപ്റ്റ് നമ്മൾ ഫെയിലായി എന്നുണ്ടെങ്കിൽ NMC നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങണം. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. വീണ്ടും നമ്മൾ വിസ അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വന്ന് അങ്ങനെ അത് പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജെന്യൂൻ ആയിട്ട് നല്ലപോലെ ട്രെയിനിങ് എടുത്ത് നിങ്ങൾ റെഡി ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകാൻ. പിന്നെ ഈ ഓസ്കി എക്സാം എന്ന് പറയുന്നത് അത്ര ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി അല്ല, അത്യാവശ്യം ടഫാണ്. നമുക്ക് അതിന്റെ ആ ഒരു എല്ലാ സ്റ്റേഷൻസും കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ അസസ്മെന്റ്
ആ ഒരു സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് അവർ പറയുന്ന ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തീർക്കുക. ഇതൊക്കെ ഇപ്പോൾ ട്രെയിനിങ് എടുക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പറഞ്ഞുകൊണ്ടിരുന്നതിന് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ അത് അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു വിസിറ്റിംഗ് വിസ എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് എടുത്ത് പോകാനായിട്ട്. അപ്പം നമ്മൾ പാസ്സായി എന്ന് വിചാരിക്കുക, നമ്മൾ ഓക്കെ എക്സാം പാസ്സായി, നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ NMC പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും അവർ ഒറിജിനൽസും കൂടെ നമ്മുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. എല്ലാം അവർ വെരിഫൈ ചെയ്യും. അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ജെനുവിൻ ആണ് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും OSCE എക്സാം പാസ്സായതുകൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആയി എന്ന്. ഇല്ല, ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞിട്ട് മാത്രമാണ് നിങ്ങൾക്ക് NMC പിന്നെ തരണോ വേണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മുന്നേ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളുടെ ലാംഗ്വേജ് ടെസ്റ്റ് ഇൻ ഡേറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ OSCE എക്സാം എഴുതുന്ന ദിവസം നമ്മുടെ OET അല്ലെങ്കിൽ IELTS വാലിഡ് ആയിരിക്കാം, എക്സ്പയർ ആയിട്ടുണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ്. അതും വിതിൻ ഡേറ്റ് ആയിരിക്കും. അതേപോലെ പിന്നെ നമ്മുടെ ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും. അപ്പോൾ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മിനിമം 1 മന്ത് ആണ് എക്സാം തൊട്ട് നമുക്ക് പിൻ വരുന്ന വരെയുള്ള ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കുറച്ചും കൂടി ഡിലേ ആവും, ചിലപ്പോൾ കുറച്ച് നേരത്തെ വരാം. പക്ഷെ ഒരു മിനിമം ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 മന്ത് ആണ്. അപ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് ശരിയല്ലാന്നുണ്ടെങ്കിൽ ഈ 1 മന്ത് എന്നുള്ളത് വീണ്ടും ഡിലേ ആകും. അപ്പോൾ അങ്ങനെയും നമ്മുടെ ദിവസങ്ങൾ നഷ്ടപ്പെടാം. അപ്പോൾ ഇത്രയും വരെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ എവിടെയാണ് ഒരു പ്രശ്നം, എന്താണ് ഒരു പ്രശ്നം? എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് വിസ കിട്ടി, നമ്മൾ OSCE പാസ്സായി, ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്തു, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, നമുക്ക് 1 മന്തിന്റെ ഉള്ളിൽ പിൻ കിട്ടും. പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം, എന്തിനാണ് ഞാൻ ഇത്രയും നീട്ടി വിളിച്ചത് പറഞ്ഞ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ള ആൻസർ ആണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. NMC പിൻ എന്നുള്ളത് നമ്മൾക്ക് UK രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻസ് മാത്രമാണ്. അതായത് നമ്മൾക്ക് രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ള ഒരു കടമ്പയാണ് നമ്മളിവിടെ കടന്നേക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഒരു കടമ്പയാണ് ഏറ്റവും വലുത്, നമുക്കൊരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വിസിറ്റിംഗ് വിസ നമ്മൾ 6 മാസത്തേക്കാണ് എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ UK പിൻ വരെ നിൽക്കുന്നു. അടുത്ത നമ്മൾ ചെയ്യാനുള്ളത് NHS ജോബ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനുള്ളതാണ്. അപ്പം ടാക് ജോബ്സ് വഴിയാണ് മിക്ക ഹോസ്പിറ്റൽസിൽ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തു. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം എടുത്തിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വേക്കൻസികളാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്തു. അവിടെ ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 നഴ്സസിനെ മാത്രമായിരിക്കും റിക്രൂട്ട് ചെയ്യാനായിട്ട് ആ ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു 2 അല്ലെങ്കിൽ 3 പോസ്റ്റിലേക്ക് ഒരു 100+ ആപ്ലിക്കേഷൻസ് ചെല്ലുന്നുണ്ടാവും. അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് എന്ന് അവർക്ക് തോന്നുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു 3 വേക്കൻസിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ ഈ 200 ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് സമയം മെനക്കെടുത്തിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് അവർ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് പണി കിട്ടാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം നോക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ഫ്രഷറും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളും അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിനെ പിക്ക് ചെയ്യും. അപ്പം നമ്മളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാൻസ് അവിടെ പോയി. രണ്ടാമത്തെ ഒരു കാര്യം അവർ നോക്കുന്നത് സ്റ്റിൽ വർക്കിംഗ് ആണോ, അതിനകത്ത് ഗ്യാപ്പ് ഉണ്ടോ. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ ആ ഒരു 10 വർഷം എന്ന് പറയുന്നത് 5 വർഷത്തിന് മുന്നേ ആയിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു CV കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ആ ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റിൽ വർക്കിംഗ് എന്നുള്ള ആ ഒരു CV ആയിരിക്കും പിക്ക് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ അടുത്തതാണ് NHS പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് അതിലേക്ക് ഞാൻ വരാം. NHS പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും പുറത്തൊരു രാജ്യത്ത് നിന്ന് വരുന്നവരെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അതായത് നമ്മളെപ്പോലെ നമ്മൾ ഇപ്പം ഓവർസീസ് നഴ്സസ് OSCE പാസ്സായി NMC പിന്നെ എടുത്തു എന്ന് പറഞ്ഞാലും മറ്റൊരു NHS ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരാനായിട്ട് ആഗ്രഹിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പ്ലേസ് സ്വാപ്പ് ചെയ്യുന്ന ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു സംഭവം രാജ്യത്തിനുള്ളിൽ തന്നെ. അപ്പം NHS തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു ട്രസ്റ്റിൽ NHS എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുന്ന ഒരു നഴ്സിനായിരിക്കും നമ്മുടെ ഓവർസീസ് അപ്ലിക്കേഷനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ UK ഒരുപാട് നഴ്സിംഗ് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കും അവർ പ്രിഫറൻസ് കൊടുക്കും ജോലി കൊടുക്കാനായിട്ട്. കാരണം അവർ അവിടെ പഠിച്ചവരാണ്. അപ്പോൾ നമ്മൾ ഒരാളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനെക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു പക്ഷേ അവർക്ക് അതേപോലെ തന്നെ അവർ ജോലി കൊടുക്കണം എന്നുള്ള ആ ഒരു രാജ്യത്ത് പഠിച്ച കുട്ടികൾക്ക് ആദ്യം ജോലി കൊടുക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SIFE പാത്വേ വഴിയായിട്ട് മറ്റേ കെയറർ വിസയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന നഴ്സസ് 2-3 വർഷത്തിന് മുന്നേ ഒരുപാട് കെയറർ വിസയിൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ടായിരുന്നു. കെയർ ഹോംസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇതുപോലെ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി CBT OSCE എല്ലാം പാസ്സായി അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പം അവർക്കാണ് അടുത്ത പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം അവർ ഓൾറെഡി കൺട്രിയിൽ ഉണ്ട്, അവർ ഓൾറെഡി UK വിസയിൽ അവിടെ ഉണ്ട്. അപ്പം അവർക്കും ജോലി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഓവർസീസ് നഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവർ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഒരു റിസ്ക് ആണ് എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്നുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ CV ഷോർട്ട് ലിസ്റ്റഡ് ആയി, നമ്മളെ ഇന്റർവ്യൂവിന് വിളിച്ചു, ഇന്റർവ്യൂ നമ്മൾ പാസ്സായി. അത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ COS എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. ഇതാണ് ഈ ഒരു പ്രോസസ്സിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം. അല്ലാതെ NMC പിന്നി കിട്ടുക എന്നുള്ളതല്ല ഈ UK മൈഗ്രേഷന്റെ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. UK നമ്മൾക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവിടെ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
ഇപ്പോൾ ഓസ്ട്രേലിയനെ വ്യത്യാസമാക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോൺസർ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി എടുത്ത് ഇവിടെ വന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നിലവിൽ UK-ൽ ഇല്ല. നിങ്ങൾക്ക് ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമാണ് UK-ൽ വർക്കിന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജോബ് ചെയ്യാനായിട്ട് പറ്റില്ല. വിസിറ്റിംഗ് വിസ കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും നോ വർക്ക് പെർമിറ്റ് എന്നുള്ള രീതിയിൽ ഒരു സെന്റൻസ് ഉണ്ടാവും. അതുമല്ല നിങ്ങൾക്ക് ആരും ജോലിയുടെ തരത്തുമില്ല. നിങ്ങൾ വിസിറ്റിംഗ് വിസ ഇഷ്യൂ ചെയ്തതിന് ശേഷം വേണം, അതായത് ഒരു സ്കിൽഡ് വർക്ക് വിസ കിട്ടിയതിന് ശേഷം വേണം നിങ്ങൾ UK-ൽ പോയിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതല്ലാതെ നിങ്ങൾക്ക് അവിടെ കണ്ടിന്യൂ ആയിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. പല അഡ്വർടൈസ്മെന്റ്സിലും അല്ലെങ്കിൽ പല ഏജൻസികളും ഇതിന്റെ ഒരു സത്യാവസ്ഥയൊന്നും പറയാതെയാണ് ഈ ഒരു ട്രാപ്പിലോട്ട് തള്ളിവിടുന്നത്. ട്രാപ്പ് എന്ന് തന്നെ ഞാൻ പറയും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ട ഒരു കുട്ടീനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതൊരു ട്രാപ്പ് തന്നെയാണ്. അതായത് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ജോലിയൊന്നും ചെയ്യാതെ പാരന്റ്സിന്റെ ചെലവിൽ ഓസ്കി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. നിങ്ങൾ ഇതൊരു ട്രാപ്പാണെന്ന് തന്നെ മനസ്സിലാക്കുക. കാരണം ജോലി കിട്ടുമെന്ന് 100% ആർക്കും പറയാനില്ല. ഇതൊരു ഞാണിന്മേ കളിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന്റെ റിസ്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കിട്ടിയെങ്കിൽ നമ്മൾ എവറി ഇയർ ഇത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീവാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിന് നമ്മൾ ഇത്ര അവേഴ്സ് UK-ൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് അതിന് ഫില്ല് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് NMC പിന്നെ ഒരു വർഷം റിന്യൂ ചെയ്യാൻ പറ്റുമായിരിക്കും 1 വർഷം കഴിയുമ്പോൾ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും. പക്ഷേ 3 വർഷത്തിനുള്ളിലുള്ള ആ ഒരു റീവാലിഡേഷൻ എന്നുള്ള സംഭവത്തെ നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കണം. പല കാര്യങ്ങളും പല ഡോക്യുമെന്റ്സും അതിന് വേണ്ടിയിട്ട് കാണിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒരു റിസ്ക് ആണ്. നിങ്ങൾക്ക് ആ ഒരു പീരീഡിന്റെ ഉള്ളിൽ ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത്രയും പൈസ പോയി എന്ന് തന്നെയാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഏജൻസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏജൻസി ഫീസ് അവരെത്ര ലക്ഷങ്ങളാണ് അവർ ചോദിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാനതൊന്നും പറയുന്നില്ല. അപ്പം ഇതൊക്കെയാണ് UK വിസിറ്റ് വിസയിൽ ഓസ്കി എഴുതാൻ പോയാലുള്ള ആ ഒരു റിസ്ക് എന്ന് പറയുന്നത്. ഞാൻ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഒരുപാട് ഇതുപോലത്തെ തട്ടിപ്പ് വാർത്തകൾ കാണുമ്പോൾ വരുന്ന ഒരു സങ്കടം കൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴും ഈ പറയുന്ന പോലത്തെ ഉള്ള അഡ്വർടൈസ്മെന്റ്സിന്റെ ഒക്കെ താഴെ വരുന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സഹിക്കത്തില്ല. കാരണം അതുപോലെ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും അവിടെ ചെന്നാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമ്മളെയും ഫാമിലിനെയും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കിയേക്കാവുന്ന സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു ലൈഫ് ടൈം പണിയെടുത്തുണ്ടാക്കി പൈസയൊക്കെ ആയിരിക്കും ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ജോലിയും പോയി, ഇവിടെ കിട്ടിയില്ല, അപ്പോൾ നാട്ടുകാരിൽ നിന്നുള്ള കളിയാക്കലുകൾ ഇതെല്ലാം ആലോചിച്ച് കഴിയുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാപ്പിലൊക്കെ ചെന്ന് പെടുന്നതിന് മുമ്പായിട്ട് ഒരു 10 പ്രാവശ്യം ആലോചിക്കുക. നിങ്ങൾ പല ഏജൻസികളെ കൺസൾട്ട് ചെയ്യുക. ഒരാൾ മാത്രം പറയുന്നതാണെന്ന് സത്യം എന്ന് വിചാരിച്ചിട്ട് വിശ്വസിച്ച് അവർക്ക് കൊണ്ട് പൈസ കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് എന്നുള്ള കാരണം കൊണ്ട് അവരെ 100% വിശ്വസിക്കാതിരിക്കുക. കാരണം പലരുടെയും എന്താ പറയുക ശരിക്കുമുള്ള മുഖങ്ങൾ ഇപ്പോൾ നമ്മൾ പല ന്യൂസുകളിലും കൂടെ കാണുന്നുണ്ട്. ക്യാമറയുടെ മുന്നിൽ കാണുന്നവരായിരിക്കത്തില്ല അവർ റിയൽ ലൈഫും വേറെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. കാരണം നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. ഇതുപോലെയുള്ള എത്ര തട്ടിപ്പിൽ ചെന്നപ്പെട്ടാലും എത്ര പേരുടെ പൈസ പോയാലും ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെ തട്ടിപ്പ് നടത്തുന്ന ഏജൻസികളെ എക്സ്പോസ് ചെയ്യുക, അതും കൂടെ ചെയ്യുക. കാരണം നിങ്ങളുടെ പൈസ പോയി എന്നാൽ പിന്നെ മറ്റുള്ളവരുടെയും കൂടെ പോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി മാറ്റി വെച്ചിട്ട് ഈ ഒരു സ്കാം ആണ് എന്ന് പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം കൂടെ കാണിക്കുക. ഇനിയിപ്പോൾ എനിക്കറിയില്ല ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്ക് അഗേൻസ്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത്. വന്നാലും ഐ ഡോണ്ട് കെയർ. കാരണം ഇതുപോലുള്ള സ്കാംസിന് കൂട്ടു നിൽക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.